ഓണത്തിന് ട്രെയിൻ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്തിട്ട് ട്രെയിനിൽ പോകാൻ വേണ്ടി റെഡിയായി ഇറങ്ങിയ ആൾക്കാരാണ്. പെട്ടെന്നാണ് ഡിസിഷനൊക്കെ മാറിയത്. ഇത് ഏത് ലാംഗ്വേജാണ് ഇപ്പൊ പഠിച്ചോണ്ടിരിക്കുന്നത്? ഇരുട്ടായതുകൊണ്ട് ഞാൻ പിന്നെ രാവിലെയാണ് ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. ഇനി ഇത്തിരി സമയം കൂടി ഉള്ളൂ, ഞങ്ങൾ അരമണിക്കൂർ കഴിഞ്ഞാൽ വീട് എത്തും. അപ്പോൾ രാത്രി ഒട്ടും ഉറങ്ങിയിട്ടില്ല. പിള്ളേർക്ക് കുഴപ്പമില്ല, അവർക്ക് ബെഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഉറങ്ങും. രാവിലെ അവര് ഹാപ്പിയാണ്. ഞങ്ങളാണ് ഉറങ്ങാത്തത്. ഞങ്ങളെന്ന് പറഞ്ഞപ്പോൾ ഏട്ടൻ എന്നെ നോക്കി ചിരിക്കാൻ, നീ നന്നായിട്ട് ഉറങ്ങിയിട്ടുണ്ടെന്ന്. ഞാൻ ഭയങ്കര ടയർഡാണ്, കുറേ ദിവസത്തെ ഉറക്കമുണ്ടല്ലോ. ഏട്ടനും നല്ല ടയർഡാട്ടോ. കാരണം ഞാൻ രാത്രിയൊക്കെ പാക്കിങ്ങിനൊക്കെ ഇരിക്കുമ്പോൾ ഏട്ടൻ എന്നെ ഹെൽപ്പ് ചെയ്യായിരുന്നു. അവിടെ ഏട്ടനും ഉറക്കം ഇച്ചിരി ഉണ്ട്. അപ്പം ഞാൻ പേടിച്ചിട്ടാണ്, എനിക്കൊരു വലിയ ധൈര്യം ഉണ്ടായിരുന്നില്ല രാത്രി ഡ്രൈവ് ചെയ്യാൻ. പിന്നെ കുഴപ്പമില്ല, ആൾക്ക് ഉറക്കം വരുന്നുണ്ടെന്ന് തോന്നുമ്പോൾ നിർത്തിയിട്ട് പെട്രോൾ പമ്പിൻ്റെ അവിടെയൊക്കെ ഞങ്ങൾ നിർത്തിയിട്ട് കുറച്ച് നേരം ഒന്ന് ഉറങ്ങിയിട്ട് അങ്ങനെയൊക്കെയാണ് വന്നത്. 2-3 പ്രാവശ്യം അങ്ങനെ നിന്നിട്ടൊക്കെയാണ് വന്നത്. അതുകൊണ്ട് കുഴപ്പമില്ല. വീട്ടിലുള്ളവർക്കൊരു സർപ്രൈസ് പോലെ ഞങ്ങൾ എത്താറായപ്പോൾ രാവിലെയാണ് പറയണത് ഞങ്ങൾ വണ്ടിക്കാണ് വരണേ. അല്ലെങ്കിൽ അച്ഛൻ ഞങ്ങളെ പിക്ക് ചെയ്യാൻ റെയിൽവേ സ്റ്റേഷനിൽ വരണമായിരുന്നു. അപ്പം അതുകൊണ്ട് എത്താറായപ്പോൾ നേരം വെളുത്തിട്ടാണ് പറയണത് ഞങ്ങൾ ഇതേ വണ്ടിക്കാണ് വരുന്നത്. വെറുതെ രാത്രി പറഞ്ഞിട്ട് അവരെയും കൂടെ ടെൻഷൻ അടിപ്പിക്കണ്ടല്ലോ. അങ്ങനെ ദേ ഞങ്ങൾ എത്തി. ശരിക്കും പറഞ്ഞാൽ അവർക്ക് സർപ്രൈസ് ആയിരുന്നു കേട്ടോ ഞങ്ങൾ വരുന്നത്. അങ്ങനെ ദേ അപ്പൂപ്പയും അച്ഛമ്മയും തലമോളൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ചേട്ടനും ചേച്ചിയൊക്കെ പുറത്ത് പോയേക്കാണ് ഓണം സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ. അപ്പം അനിയനും ഫാമിലി ഇല്ല, അതാണ് ഞങ്ങൾക്കൊരു വിഷമം. അവന് ട്രാൻസ്ഫർ ആയാൽ കർണാടകയിലാണ് ഇപ്പോൾ, അതുകൊണ്ട് അവൻ ഓണത്തിന് വന്നിട്ടില്ല. അതുകൊണ്ട് അതിൻ്റെ ഒരു ചെറിയ വിഷമമുണ്ട് എല്ലാവർക്കും. എന്നാലും കുഴപ്പമില്ല, നമ്മൾ ഓണം അടിച്ച് പൊളിക്കാമെന്ന് വിചാരിച്ച് വന്നു. ഞങ്ങൾ നേരെ തന്നെ വന്നതും കിടന്നൊരൊറ്റ അറക്കായിരുന്നു ഉച്ചവരെ. പിന്നെ എണീറ്റ് അവരുടെ സ്നേഹപ്രകടനങ്ങളൊക്കെയാണ്. ഇന്ന് ഞങ്ങൾ എണീറ്റ് ഒന്ന് കുളിച്ച് ഫ്രഷ് ആയപ്പോഴാണ് നാട്ടിലെത്തിയ ആ ഒരു ഫീല് വന്നത്. ഭയങ്കര ക്ഷീണമായിരുന്നു രണ്ടാൾക്കും. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഊണൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ഫ്രഷായി. അപ്പം ഞങ്ങൾ അനിയൻ്റെ വീട്ടിലേക്ക് ഇറങ്ങിയേക്കാം കേട്ടോ. അവരവിടെ ഇല്ല, വീട് അടച്ചിട്ടേക്കുക. ഈ വീടിൻ്റെ ഹൗസ് വാമിംഗ് ഒക്കെ ഞാൻ മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം അവരിവിടെ ഇല്ല, അവർ കർണാടകയിലാണ്. അനിയൻ ബാങ്കിലായതുകൊണ്ട് അവർക്ക് സർവീസ്, ഒരു റൂറൽ ഏരിയ സർവീസ് ഉണ്ടല്ലോ, അത് ട്രാൻസ്ഫർ ആയിട്ട് കർണാടകയിലാണ്. ഒരു ഓണം കയറാൻ മൂലയാണ്. അപ്പം അവർക്ക് അവിടെ ഓണവും ഇല്ല, ലീവൊന്നും ഇല്ലാത്തത് കൊണ്ട് അവർ വന്നിട്ടില്ല. അവരിനി പൂജാ ഹോളിഡേയ്സിനാണ് വരിക. അപ്പം ഞങ്ങൾ ഒരു വരവും കൂടി വരും. അപ്പം ഞങ്ങൾ ദേ ഇവിടെ വന്നിട്ട്, അമ്മയും അച്ഛനും എപ്പോഴും വരും കേട്ടോ. ഇവിടെ അയൽവാസികളൊക്കെ പറയും ഇവിടെ ആരും ഇല്ലാത്ത ഫീലില്ല, എപ്പോഴും ആളുള്ള പോലെ തോന്നുന്നു. അത് അച്ഛനും അമ്മയും ഇങ്ങനെ ഫുൾ ടൈം ഇവിടെ തന്നെയാണ്. ഓരോന്നൊക്കെ പറക്കുകയും വെച്ചൊക്കെ ഇങ്ങനെ ഇവിടെ നിൽക്കലാണ് അവരുടെ പണി. അവർക്കൊരു വർക്കൗട്ടാണ് അത്, അങ്ങോട്ടും ഇങ്ങോട്ടും വരില്ല, ഡെയിലി ഒരു വർക്കൗട്ട് പോലെയാണ്. അവർ വീട് പണി ഒരു സൈഡിൽ നടക്കുമ്പോൾ തന്നെ പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതും ബഡാണ് വെച്ചിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ അതിങ്ങനെ എപ്പോഴും കായ്ക്കും. ബഡ് ആയതുകൊണ്ട് അങ്ങനെ സീസൺ ഇല്ലാന്ന് തോന്നുന്നു. കണ്ടോ, ചക്കയൊക്കെ എപ്പോഴും കായ്ച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മാങ്ങയാണ് പിന്നെ ഒന്ന് സ്റ്റോപ്പ് ആയിരിക്കുന്നത്. അപ്പോൾ അവരുടെ കഴിഞ്ഞ ആഴ്ച വരെ മാങ്ങ ഉണ്ടായിരുന്നു, ഇപ്പോഴാണ് ഒന്ന് നിന്നേക്കുന്നത്. എനിക്ക് തോന്നുന്നത് അത് പിന്നെയും കായ്ക്കുന്നു, ബഡല്ലേ. ഇത് അമ്പഴങ്ങ, ഞാൻ വരുമ്പോൾ എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുന്ന അമ്പഴങ്ങ കേട്ടോ. അതിൻ്റെ ചെറുത് നല്ല രസമാണ്. നാടൻ അമ്പഴങ്ങയല്ല, ബഡാണ്. ഭയങ്കര സൈസ് വരുന്ന ഒരു അമ്പഴങ്ങയില്ലേ, വലുത്, അതാണ്. നാടനല്ല കേട്ടോ. ഇത് ലൂവിക്ക, ഞങ്ങൾ തൃശ്ശൂർക്കാരൊക്കെ ലൂവിക്ക എന്ന് പറയും, ഇവർ ലവലോലിക്ക എന്ന് പറയും. പല സ്ഥലത്ത് പല പേരാണല്ലോ. നിറയെ കായ്ച്ചിട്ടുണ്ട്, വീഡിയോയിൽ അങ്ങനെ കാണുന്നില്ല. അതിൽ ഫുള്ളുണ്ട് കേട്ടോ. പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമായി. പുളിയുള്ള സാധനങ്ങളൊക്കെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ. അക്കുതേ ഭയങ്കര പുളിയാന്ന് പറഞ്ഞിട്ടിരിക്കുക. പച്ചയ്ക്ക് പഴുത്തിട്ടില്ല. അപ്പം ഞാൻ പറയാണ് ഓണർ വന്നാലേ അത് പഴുക്കുള്ളൂ. അവർ പൂജയ്ക്ക് വരുമ്പോഴേക്കും അത് പഴുപ്പാവും, നിറയെ പഴുക്കുന്നതാവും. അങ്ങനെ ഉത്രാടം കഴിഞ്ഞോ തിരുവോണമായി. കഴിഞ്ഞോ? അപ്പൊ ഞങ്ങള് തിരുവോണമായിട്ട് അമ്പലത്തിലൊക്കെ പോയി പുന്നലൊക്കെ മേടിച്ചിട്ട് വരുവാണ്. ഒരേ ഒരു സങ്കടം ഉള്ളടാ, പാറും ഉണ്ണിക്കണ്ണനും ഇല്ലാത്തതാണ് ഇപ്പൊ ഞങ്ങളുടെ വിഷമം. ചെറിയൊരു വിഷമം. പാറുന് വീഡിയോ കോൾ ചെയ്തിട്ട് കൂട്ടായിരുത്തിയാൽ. അടുത്തത് ഫോട്ടോ സെഷനാണ്. വിശക്കുന്നില്ലേ നിങ്ങക്ക്?
വിശക്കുന്നില്ല? ചിക്കനും ബീഫ് ഓണത്തിനോ? എന്തോ ആണ് അമ്മാളോ? ഇഡ്ലി സാമ്പാർ ചട്നി, തൈര് മുളക് തൊണ്ടാട്ടം. അമ്പലത്തിൽ നിന്ന് വീട് വരെ ഇത്തിരി ദൂരേ ഉള്ളൂ കേട്ടോ. അതിന്റെ ഇടയിലാണ് ഈ ഒരു പാടം ഉള്ളത്. ഈ പാടത്തിന്റെ അവിടെ നമ്മൾ എപ്പോൾ വരുമ്പോഴും ഫോട്ടോ എടുക്കാനായിട്ട് ഇറങ്ങും. ആ രാവിലത്തെ ലൈറ്റിങ് നല്ല രസമാണല്ലോ. പക്ഷെ ഇപ്പോൾ ക്ലൗഡി ആയതുകൊണ്ട് ചെറിയൊരു ഷാഡോ അടിക്കുന്നുണ്ട് ഫേസിൽ. എന്നാലും നല്ല ഫോട്ടോസൊക്കെ കിട്ടും കേട്ടോ. അപ്പൊ ആ വെള്ളത്തിൽ കുറച്ച് മീനൊക്കെ ഉണ്ട്, അത് കാണാൻ വേണ്ടി ഇറങ്ങിയതാ. അല്ലെങ്കിൽ ഈ VIP-സിനൊന്നും ഫോട്ടോ എടുക്കാൻ കിട്ടില്ല, ഭയങ്കര മടിയാണ് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാൻ. അങ്ങനെ നമ്മൾ വന്ന് ദോശയൊക്കെ കഴിച്ച് വേഗം സ്കേർട്ട് മാറിയിട്ടോ. അവരോട് സദ്യ കഴിഞ്ഞിട്ട് മാറാന്ന് പറഞ്ഞിട്ട് എവിടെ നിന്ന് സ്കേർട്ടൊന്നും ഇട്ടിരിക്കാൻ ആർക്കും ഇഷ്ടമില്ല. അപ്പം അതൊക്കെ വേഗം മാറിയിട്ട് വന്നിട്ടാണ് പൂക്കളിടുന്നത്. പൂക്കൾ സാധാരണ തിരുവോണത്തിന് ഇടില്ല, ഉത്രാടത്തിന് നമ്മൾ പൂക്കളിടൽ നിർത്തും നമ്മുടെ അവിടെയൊക്കെ. പക്ഷെ എല്ലാവരും കൂടി ഇടുമ്പോൾ ഒരു രസമാണല്ലോ. പൂക്കളമില്ലെങ്കിൽ പിന്നെ എന്തോണം. അതുകൊണ്ടാണ് തിരുവോണത്തിന് ഇടുന്നത് കേട്ടോ. അപ്പോൾ പൂക്കൾ ഞങ്ങൾ അമ്പലത്തിൽ പോകുമ്പോൾ മുല്ലപ്പൂ വെക്കാൻ വേണ്ടിയിട്ട് ആദ്യം പൂ മേടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അമ്പലത്തിൽ പോകുമ്പോൾ ഞങ്ങൾക്ക് പൂ കിട്ടിയില്ല. അത് കഴിഞ്ഞ് വന്നിട്ട് ദേ ഇവിടെ ഇരിക്കുന്നു പൂ. എന്നാലും നമ്മൾ ആ സമയത്ത് എടുത്ത് വെച്ചു. അമ്പലത്തിൽ പോകുമ്പോൾ കിട്ടിയില്ലെന്നേ ഉള്ളൂ. അപ്പോൾ അവരിവിടെ ദേ പൂക്കളം ഒക്കെ റെഡിയാക്കുന്നുണ്ട്. ഞങ്ങൾ ആ സമയം അടുക്കളയിൽ പായസപ്പണിയിലാണ്. ബാക്കിയൊക്കെ അമ്മ ഒരുവിധം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇന്നലെ തന്നെ കുറേയൊക്കെ തീർന്നു. പിന്നെ രാവിലെ അമ്മ പിന്നെ സൂപ്പർ ഫാസ്റ്റാണ്. അമ്മ എണീക്കലും അടുക്കളയിലെ പണികൾ തീരലും അറിയില്ല. നമ്മളിവിടെ കട്ട് ചെയ്ത് നിൽക്കുമ്പോൾ തന്നെ അമ്മ അത് അടുപ്പിൽ കയറ്റി പാകാക്കിയിട്ടുണ്ടാവും. അങ്ങനെയാണ് അമ്മയുടെ സ്പീഡ്. നമ്മൾ അരിയുന്ന സമയം കൊണ്ട് അമ്മയുടെ കുക്കിംഗ് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പം 2 പായസം കേട്ടോ, പരിപ്പ് പായസം പാലടയാണ്. സാധാരണ പരിപ്പ് ശർക്കര പായസമാണ് നമ്മളിവിടെ വെക്കാറ്. പിന്നെ കുട്ടികളൊക്കെ ആയതിനു ശേഷം അവർക്ക് പാൽപ്പായസം ഭയങ്കര ഇഷ്ടമാണ്. അപ്പം കുട്ടികളായതിനു ശേഷമാണ് പാലട വെച്ച് തുടങ്ങിയത്. അപ്പം നമ്മൾ അതിൻ്റെ ഇടയിൽ കുറേ പരദൂഷണവും കാര്യങ്ങളൊക്കെ പറയുമല്ലോ. അനിയത്തി നീതും ഇല്ല എന്നുള്ളൂ, നീതുവും കൂടെ വേണമായിരുന്നു ഞങ്ങൾ അടുക്കളയിൽ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കും. ഇതിൽ പാല് പിഴിയലൊക്കെ അവരാണ് കേട്ടോ. ഞാൻ സ്ഥിരം അത് വീഡിയോ എടുക്കാറുണ്ട്. അപ്പം എല്ലാ ഓണത്തിൻ്റെ വീഡിയോയിലും അത് വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് എപ്പോഴും കുത്തി കയറ്റാത്തത്. അങ്ങനെ ഞങ്ങളുടെ പായസപ്പണി കഴിഞ്ഞപ്പോൾ ഇവരുടെ പൂക്കളപ്പണിയും കഴിഞ്ഞു. ഇനി എല്ലാവർക്കും ഭയങ്കര വിശപ്പാണ്. അമ്മാളുവിൻ്റെ പാട്ടാണ് കേട്ടോ. അമ്മാൾ ഓണപ്പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അക്കു സ്കൂളിലെ വെറുപ്പിക്കുകയാണ്, ഇനി നീ നിർത്തടി എന്ന് പറഞ്ഞിട്ട് അക്കു ഇങ്ങനെ അവളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അങ്ങനെ നമ്മൾ പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞു. ഇനി സദ്യയിലേക്ക് കിടക്കുക. അപ്പം സദ്യ കഴിക്കാനിരിക്കുമ്പോഴും ഉണ്ണിക്കണ്ണൻ ഇല്ലല്ലോ എന്നുള്ള വിഷമത്തിലാണ് അവരിയ്ക്കണേ. അവനുണ്ടെങ്കിൽ അവരിങ്ങനെ പീച്ചി എടുത്തേനെ 3 കൂടെ. അവൻ ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും ചെറിയ ഉണ്ണിക്കണ്ണനാണ്. അപ്പം അവനിങ്ങനെ പീച്ചി ഇരിക്കലാണ് ഇവരുടെ മെയിൻ ഹോബി. അപ്പം അവൻ്റെ ഇലയിൽ ഉണ്ടെന്ന് കാണാനൊക്കെ നല്ല രസമാണ്. അപ്പം അവനില്ല എന്നുള്ളൊരു വിഷമം എല്ലാവർക്കും ഉണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. ഇങ്ങനെ നമ്മൾ ഒന്നിച്ചിരുന്ന് ഫുഡ് ഉണ്ടാക്കലും ഒരേ സമയം എല്ലാവരും ഒന്നിച്ചിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളമ്പി കഴിക്കുന്നതിൻ്റെ ഒരു സുഖം നമുക്ക് ഏത് വലിയ 5 സ്റ്റാർ റെസ്റ്റോറൻറ്റിൽ പോയി എത്ര നല്ല സ്വാദുള്ള ഫുഡ് കഴിച്ചു എന്ന് പറഞ്ഞാലും ഈ ഒരു സംതൃപ്തി നമുക്ക് കിട്ടില്ല അല്ലേ. അതിനാണ് നമ്മൾ ഓടി വരുന്നത്. ഈ ഒരു 2 ദിവസം ആയാലും ആ ഒരു ഫാമിലിയുടെ സന്തോഷം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എത്ര ബുദ്ധിമുട്ടിയായാലും ഓടി വരുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് ഊണൊക്കെ കഴിഞ്ഞ് ഉറക്കമൊക്കെ കഴിഞ്ഞ് അടുത്ത കളികൾക്ക് വന്ന് നിൽക്കാം കേട്ടോ. വേറെ ആരുമില്ല, നമ്മളൊക്കെ തന്നെയാണ്. ഉറിയടിയും വടംവലിയും സുന്ദരിക്ക് പൊട്ടുകുത്തലൊക്കെ ഉണ്ട്. അപ്പുറത്തെ വീട്ടിലെ പിള്ളേരൊക്കെ വരാറുണ്ട് കേട്ടോ. അവരിപ്പോൾ ഹോസ്റ്റലിലൊക്കെ ആയതുകൊണ്ട് ഇല്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആദ്യത്തെ കലാപരിപാടി ഉറിയടിയാണ്. ഇതിലങ്ങനെ ആര് ജയിച്ചു ആര് തോറ്റു അങ്ങനെയൊന്നുമില്ല കേട്ടോ. ജയവും തോൽവിയൊന്നുമില്ല. ജസ്റ്റ് നമ്മളിതൊക്കെ ഒന്ന് ചെയ്യിപ്പിക്കുക, അത്രേ ഉള്ളൂ. ഇവരത് TV-യിലൊക്കെ അല്ലേ ഈ ഉറിയടിയൊക്കെ കണ്ടിട്ടുള്ളൂ. ഇവർക്കാണെങ്കിൽ ഇതൊക്കെ ചെയ്യാനും ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്വീറ്റ് മെമ്മറീസ് ഒക്കെ ഇപ്പോഴേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അവർക്ക് അതൊക്കെ ഓർമ്മയിലിരിക്കണം. ഇങ്ങനെയൊക്കെയാണ് ഓണാഘോഷം, ഇങ്ങനെയൊക്കെ നമ്മൾ ഫാമിലിയുടെ കൂടെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ അവർക്കൊരു ഭയങ്കര രസമല്ലേ. നല്ല രസമാണ് ഇങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് ചെയ്യുമ്പോഴൊക്കെ നമ്മളും കൂടെ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അപ്പോഴാണ് അവർക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടാവുക. ഇപ്പോൾ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ, എൻ്റെ കാര്യം കേട്ടോ പറയുന്നത്, ഞാനെപ്പോഴും എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യുന്നത്. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഭയങ്കര രസമായിരുന്നു. നൈബർഹുഡ് ഞങ്ങളൊക്കെ നാട്ടുപ്രദേശത്ത് വളർന്നിട്ടുള്ളതാണ്. അപ്പോൾ രാത്രി പകലെന്നില്ലാതെ ഞങ്ങൾ പുറത്തായിരിക്കും. ഞാൻ എൻ്റെ മക്കളോട് രാത്രിയൊക്കെ പുറത്ത് പോയി കളിക്കുന്നൊക്കെ പറയുമ്പോൾ അവർക്ക് വിശ്വസിക്കാൻ പറ്റില്ല. രാത്രിയോ പറമ്പിലോ എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ഭയങ്കര അത്ഭുതമാണ് അതൊക്കെ. നമ്മൾ അങ്ങനെയായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ പെൺകുട്ടികളും ആൺകുട്ടികളും എന്നുള്ള
ഇന്നാണെങ്കിൽ നമ്മൾ നമ്മുടെ കുട്ടികളെ വിടില്ല. പക്ഷെ ഞങ്ങളുടെ ഒന്നും ആ ഒരു സമയത്ത് നമ്മൾ അങ്ങനെ പേടിച്ചിട്ടേ ഇല്ല. നമ്മുടെ പാരൻസിനൊന്നും അങ്ങനെ പേടിക്കേണ്ട ആവശ്യമേ ഉണ്ടായിട്ടില്ല. രാത്രിയൊക്കെ നമ്മൾ വട്ടക്കളി കളിക്കാനും ഉപ്പും പക്ഷി അങ്ങനെയൊക്കെയുള്ള കളികളൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ കളിച്ചിട്ടുണ്ട്. നല്ലൊരു മെമ്മറീസ് ആണ് നമുക്കൊക്കെ. അപ്പം അത് നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് പകർന്നു കൊടുക്കുകയാണ്. ഇപ്പം നമ്മുടെ ജനറേഷന് ചെയ്ത കാര്യങ്ങളേ അല്ല, എൻ്റേർലി ഡിഫറെൻ്റ് ആണ് ഇപ്പോഴത്തെ കുട്ടികളുടെ. ഇപ്പോഴത്തെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ സെലിബ്രേഷൻ മൂഡാണ്. അങ്ങനെ ഓണത്തിൻ്റെ ചടങ്ങുകൾ അതിലൊന്നും അവർക്ക് വലിയ താല്പര്യമില്ല. പക്ഷെ ഫുൾ സെലിബ്രേഷൻ മൂഡാണ് അവർ. നല്ല രസമാണ് കളിക്കാനൊക്കെ ഒന്നിച്ച് നിൽക്കുമ്പോൾ. അപ്പം അങ്ങനെ അവർക്ക് എന്താണോ ഇഷ്ടം അത് നമ്മളിപ്പോൾ ചെയ്തു കൊടുക്കുക. ഇനി നെക്സ്റ്റ് ജനറേഷൻ, അവരുടെ മക്കളുടെ ജനറേഷൻ വരുമ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ എന്തെങ്കിലുമൊക്കെ വേണ്ടേ. അപ്പം അതിനാണ് നമ്മളിങ്ങനെ ഈ മെമ്മറീസൊക്കെ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പം പറഞ്ഞു വന്ന് നമ്മുടെ ഓണം സെലിബ്രേഷനൊക്കെ കഴിഞ്ഞു. അപ്പം രാത്രിയിൽ ഓണത്തിന് ഒരു മാൻഡേറ്ററി ആയിട്ടുള്ളൊരു കാര്യമുണ്ടല്ലോ, എന്താണ്, തിയേറ്ററിൽ പോയി സിനിമ കാണാം. അപ്പോൾ അതിനാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഹൃദയപൂർവ്വത്തിനാണ് ടിക്കറ്റ് എടുത്തത് കേട്ടോ. നമ്മൾ ലോകയും ഹൃദയപൂർവ്വം ഉണ്ടായിരുന്നു. അപ്പോൾ ലോകം ഇനി അച്ഛനും അമ്മയ്ക്കൊന്നും ഇഷ്ടമായില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഹൃദയപൂർവ്വം ഒരു ഫീൽ ഗുഡ് മൂവിയാണല്ലോ. അപ്പോൾ അതിനാണ് നമ്മൾ പോയത്. നമ്മുടെ അടുത്ത് തന്നെ ഒരു തിയേറ്റർ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ സിനിമയോടുകൂടി നമ്മുടെ ഓണം സെലിബ്രേഷൻ ഇവിടെ തീരുകയാണ്. ഓണം സെലിബ്രേഷൻ തീർന്നിട്ടില്ല, നമ്മുടെ നാട്ടിലെ ഫാമിലിയോടൊത്തുള്ള ഓണം സെലിബ്രേഷൻ തീർന്നു. ഇനി നമ്മൾ തിരിച്ചു പോയിട്ട് അവിടെ ഓണം സെലിബ്രേഷൻ കിടക്കുന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ ഒരു ഒക്ടോബർ നവംബർ വരെയൊക്കെ സെലിബ്രേഷൻ ഉണ്ടാവും. അപ്പം അങ്ങനെ അപ്പോൾ ഓണം ഡേ ഇവിടെ തീർന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.